പിന്നെ മാഡം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന്റെ ശരിയായ രേഖകളൊന്ന് തപ്പിയെടുത്തിട്ട് വരാം. 20 വർഷം മുമ്പത്തെ രേഖകളൊക്കെ അവിടുന്ന് തപ്പിയെടുത്ത് ഇവിടെ കൊണ്ട് ഇതൊക്കെ നടക്കണ കാര്യമാണ് എന്റെ സത്യശീല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും മാഡം? ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണം. ഒരു പെൺകുട്ടിയുടെ ജോലിക്കാരിയാണ്. അവൾക്ക് ജോലി കിട്ടിയ എന്റെ കുടുംബം രക്ഷപ്പെടും മാഡം. അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കി തരണം. അപ്പൊ മോളിന്നൊരു അന്വേഷണം വന്നല്ലോ സത്യശീല. അന്വേഷണം വന്നാൽ എന്താണ് സാറേ? എന്റെ മോള് പെണ്ണല്ലേ? അത് നിങ്ങൾ പറയണതല്ലേ? പിന്നെ ഞങ്ങൾക്ക് അതിന്റെ രേഖയില്ലല്ലോ. മാഡം, ഞാൻ ആ കുട്ടിയുടെ അച്ഛനല്ലേ? ഞാൻ തന്നെ അല്ലേ ഇത് പറയേണ്ടത്? അതുകൊണ്ടല്ലേ ഞാൻ അവൾക്ക് അമ്പിളിന്ന് പേരിട്ടത്. അമ്പിളിന്ന് പേരുള്ള എത്രയോ ആണുങ്ങളുണ്ട് സത്യശീല. മലയാളത്തിൽ ഒരു സംവിധായകന്റെ പേര് അമ്പിളി എന്നാണ്. ഗായകനായിട്ട് ഒരു അമ്പിളി ഉണ്ട്. മികച്ച നടനായിട്ടുള്ള ജഗതി ചേട്ടനെ പലരും അമ്പിളി ചേട്ടൻ എന്നാണ് വിളിക്കണേ. വേറൊരാളുടെ മേടോ അമ്പിളി മാമേ. ഇനിയിപ്പോ നിങ്ങളുടെ മകൾ അത് തന്നെയാണെന്ന് വിചാരിക്കൂ. എന്നാൽ അന്ന് ജനിച്ച ആ കുട്ടി ഈ കുട്ടി തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? അത് നേരാണല്ലോ. അപ്പൊ ആശുപത്രിയിൽ എന്തോ തിരിമറി നടന്നു. ആശുപത്രിയിൽ ഒരു തിരിമറി നടന്നിട്ടില്ല സാർ.